പാലക്കാട്ട് ആദ്യ ഫലസൂചനകൾ വലിയ പ്രതീക്ഷ നൽകുന്നു. നമുക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ഞങ്ങളിപ്പോൾ ഇനി ഞങ്ങൾ പുറകോട്ടില്ല, ഇനി ഞങ്ങൾ അഡ്വാൻസ് ആണ്. അത് 10 വരെ പോകാം എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. 10 മുകളിലും അവകാശപ്പെടുന്ന ചില നേതാക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഞാൻ അപ് ടു പരമാവധി നമ്മൾ എന്ത് കുറഞ്ഞാലും 10-ൽ താഴെ പോകുന്ന പ്രശ്നമില്ല. വയനാട്ടിൽ അടിച്ചു കയറുകയാണ്. ചേലക്കരയിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണെന്ന് ഓർമ്മ വേണം. 40,000 39,000 ചില്ലാനും വോട്ട് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കര ഇപ്പൊ 8,000-ൽ നിൽക്കുകയാണ്. പോയാലും 10 അപ്പുറത്ത് പോവില്ല. സർക്കാർ വിരുദ്ധതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചയിടത്തും നമ്മൾ പ്രതീക്ഷ വെച്ചയിടത്തും ഒക്കെ വളരെ മണി പോലെ നമ്മൾ പ്രതീക്ഷിച്ചിടത്ത് എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലും ബിജെപിയുടെ ബൂത്തുകളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികം ബിജെപിക്കെതിരെയുള്ളൊരു ജനവികാരം ഉയർത്തിയെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നത് വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഒരു കാലത്ത് ഇവിടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയവർ ഇരിക്കുകയാണിപ്പോൾ, കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. എടുത്ത് പറ്റിയെന്ന് അവരോട് ചോദിക്കും. നിങ്ങൾ പോയിട്ട് എന്നിട്ട് ഉത്തരം കണ്ടിട്ട് എന്തൊക്കെ പറ. പിന്നെ ഈ വിവാദങ്ങളൊന്നും നമ്മളെ ഏശിയിട്ടേ ഇല്ല. ഞങ്ങളെ ഏശാൻ മാത്രം ഞങ്ങളെ ഭാഗത്തൊരു അപാകത ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഞങ്ങൾ അപേക്ഷിച്ചതുമൊക്കെ വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെടലിന്റെ പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ വോട്ടിന്റെ നിലവാരം. ഭരണവിരുദ്ധ വികാരത്തിന്റെ സ്വാധീനം എത്രമാത്രമുണ്ട്? ഭരണവിരുദ്ധ വികാരത്തിന്റെ സ്വാധീനം എല്ലാം ഭരണവിരുദ്ധ തന്നെയല്ലേ. അത് ഇടതുപക്ഷമായാലും ഈ CPM BJP ആയാലും ഭരണത്തിന്റെ പ്രതികരണമല്ലേ. കേന്ദ്രത്തിൽ BJP, കേരളത്തിൽ LDF. ഇത് രണ്ടും ഭരണത്തിനെതിരെയുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് ഈ എല്ലാ തിരഞ്ഞെടുപ്പും എന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ, 2 ലക്ഷത്തിന് മുകളിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം. അതുകൂടി കെ സുധാകരന്റെ പ്രതികരണത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് വയ്ക്കുകയാണ്. 2,0165 2 ലക്ഷത്തിന് മുകളിലെ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക. 2,654 2,654 വോട്ടിന്റെ ബിഗ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 4ലേക്ക് എത്തുമോ എന്നതാണ് ചോദ്യം.